എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:09 അപ്പോൾ ബോംബെ വിസിറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നമ്മൾ നമ്മുടേതായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ചെയ്തു തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച റെക്റ്റാങ്കിൾ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലാണ് ഒരു ഡൗണും തിരിച്ചൊരു അപ്പൊക്കെ ആയിട്ടൊരു മോർണിംഗ് സ്റ്റാറായിട്ട് ക്ലിയർ ചെയ്തിരിക്കണേ. അപ്പോൾ -16 പോയിൻ്റാണ് മാർക്കറ്റ് അപ്പ്. അപ്പോൾ SMA മുകളിലുണ്ട്, കൺസോൾട്ടേഷൻ സോണിലും മുകളിലുണ്ട്, RSI ക്രോസ് ഓവറായി നിൽക്കുകയാണ് 15 മിനിറ്റ്സിൽ. ഈ ക്രൂസ് ഓവർ റെഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമാണ് കണ്ടിന്യൂഷൻ ഒരു അപ്സൈഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് മേളിലോട്ട് പോയി തിരിച്ച് ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് 23,881 അതേപോലെ തന്നെ 23,802 ഉള്ളിൽ തന്നെ ആണെങ്കിലാണ് എഗെയിൻ താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുള്ളൂ. അതായത് RSI മുകളിൽ പോകുന്നവരെ നമുക്ക് അപ്പർ സൈഡ് ആണ് എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് പ്രൈസ് മുകളിലോട്ട് പോകണമെന്നില്ല. RSI മുകളിലോട്ട് പോകുമ്പോൾ പ്രൈസ് 23,881 23,802 ഉള്ളിൽ തന്നെ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 23,802 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 23,780 23,748 അതായിരിക്കും ലെവൽ. അതേപോലെ തന്നെ ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,811 23,913 ആ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്കാണ് ആദ്യത്തെ നമ്മളുടെ ഒരു വിഷൻ കൊണ്ടുപോകേണ്ടത്. അതനുസരിച്ചിട്ട് നമുക്കിന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ന്യൂട്രൽ ഓപ്പൺ തന്നെ ആയ സ്ഥിതിക്ക് 23,800 C തന്നെ എടുക്കാം. അപ്പോൾ വലിയ റേറ്റും വരില്ല. അതേപോലെ Pയിൽ 147 23,900 എടുക്കാം. നമുക്ക് ചെറിയ പ്രൈസിൽ നോക്കി പോയാൽ മതി. അപ്പോൾ 5 മിനിറ്റിൽ RSI റെഡിലേക്ക് കയറിയിട്ടില്ല. റെഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു അപ്പർ സൈഡ് മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു എന്താ പറയണ്ടേ, ഒരു സപ്പോർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 136 സപ്പോർട്ട് സോൺ. അപ്പോൾ അത്രയും താഴത്തോട്ട് P വരികയാണെങ്കിൽ മാത്രം നമുക്ക് സ്ട്രൈക്ക് 23,700 മാറ്റേണ്ടി വരും.
251 രൂപയാണ്. അത് അപ്പം നമുക്ക് നോക്കാം. 136 ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കാം. പിന്നെ റേറ്റ് കുറവാണ്, പക്ഷെ ഡെൽറ്റ വാല്യൂ താഴത്തോട്ട് പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. ഇപ്പം പിയിൽ ഒരു റിവേഴ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് ഒരു എന്താ പറയണ്ട, ഒരു ട്രെൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് തിരിച്ച് വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തന്നെയാണ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് ചാൻസസ് കിടക്കുന്നത്. ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് വരച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പ്രീവിയസ് 2 ക്യാൻഡലിൻ്റെ ഹൈയും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല, വിക്ക് വന്നിട്ടില്ല. അതേപോലെ തന്നെ നിലവിലത്തെ ക്യാൻഡലിൻ്റെ ലോവും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൺസോൾട്ടേഷൻ രാവിലെ ചാൻസസ് വളരെ കൂടുതലാണ്. 130 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും ഇവിടെ ഒരു 119 താഴത്തോട്ട് പോയാൽ മാത്രമാണ് പി മെൽറ്റായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു റീക്രോസ് ഓവർ വന്നിരിക്കുന്ന സ്ഥിതിക്ക് പിയിൽ അഗൈൻ മൂവ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ, സ്റ്റിൽ മാർക്കറ്റ് പി തന്നെയാണ്. RSI 50 മിനിറ്റ്സിൽ ഇൻഡെക്സിൽ ക്രോസ് ഓവർ ആയിട്ടില്ല. സ്റ്റിൽ മാർക്കറ്റ് പിയിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് 130 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 119 കൂടെ ബ്രേക്ക് ചെയ്താലാണ് പി മൈനസായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ സി 136 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മൈനസായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ കുറച്ച് നേരത്തേക്ക് ചെയ്യാം. 136 താഴത്തോട്ട് പോകുമോ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ധൃതി പിടിച്ച് പണ്ടത്തെ പോലെ ചാടിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വലിയ ഫ്ലക്ച്വേഷൻ മൂവൊക്കെ ഇനി വളരെ കുറവായിരിക്കും. കാരണം ശൈലി മാറിയപ്പോഴത്തേക്കും ആളുകൾ ഏത് രീതിയിൽ അതിനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ലോട്ടൊക്കെ എടുത്ത് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വ്യൂ. സി 15 മിനിറ്റിൻ്റെ ക്യാൻഡിലായിരുന്നു. ഇപ്പോൾ 136 വരുന്നുണ്ട് സി. ഇപ്പോൾ 23 നമ്മൾ പറഞ്ഞ പോലെ 23,700 സി ആണ് തൽക്കാലം എടുത്ത് വെച്ചിരിക്കുന്നത്. 23,700 പിയിൽ നോക്കുമ്പോൾ മാർക്കറ്റ് 180 വരെ വരാനായിട്ടുള്ള ഇപ്പം നമ്മൾ ഒരു ബ്ലൂ ലൈൻ വരച്ച് നേരത്തെ വെച്ചിട്ടുള്ളതാണ്. ആ ടാർഗറ്റിലാണ് പി ചെന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും 77, 83, 190 വരെ അത് പോയിട്ടുണ്ട്. പി 190 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അപ്പർ മൂവ്മെൻറ്റ് പിയിലുള്ളൂ. 190 റിജക്ഷൻ ഉണ്ട്. 190 കഴിഞ്ഞാൽ പിന്നെ 200 ആണ്. $192. $186 ലോ നിൽക്കുന്നത്. അടുത്ത ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്ന് നോക്കാം. അതെ, ഈ ബ്ലൂ ലൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചു വെച്ചതാണ്. ഒരു ട്രിഗർ പ്രൈസ് ഇവിടെ ഉണ്ട്. ആ ട്രിഗർ പ്രൈസിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയില്ല, ഇന്ന് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ 189, 190 കഴിഞ്ഞാൽ പിന്നെ 200. അപ്പോൾ അടുത്ത ക്യാൻഡിൽ അറിയാം മാർക്കറ്റ് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യണമെന്ന് അടുത്ത 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അറിയാൻ പറ്റും. അപ്പോൾ പിയിൽ ചെറിയ ചെറിയ പോയിന്റ്, ഒരു 10 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് പിയിൽ നേടാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ 190 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് 200 വരെ കറക്റ്റായിട്ട് പോകണമെന്നില്ല. 198, 197 ആ ലെവലിലൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. 199 ആ ലെവലിലേക്കേ മാർക്കറ്റ് പോകത്തുള്ളൂ. കാരണം 15 മിനിറ്റ്സിൻ്റെ RSI താഴെ തന്നെയാണ്. അത് റെഡിലേക്ക് മുട്ടാതെ നമുക്ക് സിയിൽ മൂവ്മെൻറ്റ് വരില്ല. RSI ക്രോസ് ഓവർ. അപ്പോൾ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തുടങ്ങാനായിട്ട് പോവാണ്. അതിൻ്റെ മൂവ്മെൻറ്റ് താഴത്തോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ വന്നാൽ 166 വരെ വരും അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. അപ്പോൾ ഞാനവിടെ ഒരു ബൈ എടുത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ലോവിൽ ടച്ച് ചെയ്ത് കണക്കൂട്ടിയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത രണ്ടാമത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രണ്ടാമത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ ലോ ടച്ച് ചെയ്തത് കണക്കൂട്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആവറേജിങ് രീതിയിലേക്കാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം അത് 832, 10 പോയിൻ്റ് ഓൾറെഡി ആയതായിരുന്നു. പത്ത് പോയിൻ്റ് ടഫേന്നായതാണ്. പിന്നെ നമുക്കത് എക്സിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. നൂറ്റി 190 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ സ്കോപ്പ് ഉള്ളൂ. 190 ബ്രേക്ക് ചെയ്താൽ 199 വരെ ഉള്ളൊരു സ്കോപ്പ് മാത്രമേ ഉള്ളൂ. സിയിൽ ഒരിത്തിരി കൂടെ താഴത്തു നിന്ന് ആ വിക്ക് മുട്ടിപ്പോൾ ഒന്ന് എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10,000 രൂപ ഒരൊറ്റ മൂവിൽ കിട്ടിയേനെ. നിലവിലുള്ള സി ക്യാൻഡലിന് അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്നൊരു ലോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 164 ഒരു ഫാൾ വരും. അങ്ങനെ ഫാളായാൽ മാത്രമാണ് നെക്സ്റ്റ് ക്യാൻഡിൽ 190 ബ്രേക്ക് ചെയ്ത് ഒരു 199 വരെ പി പോകത്തുള്ളൂ. അപ്പോൾ നിലവിൽ ഇതെടുത്തിട്ട് ഹോൾഡ് ചെയ്താലും നമുക്ക് 190 ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിലേക്ക് ഒരു 10 പോയിൻ്റ് എടുക്കാം. അപ്പോൾ ടാലി ആയിട്ട് നിൽക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഹെഡ്ജിങ്, രാവിലെ ചെയ്ത ഹെഡ്ജിങ് പോലെ ടാലി ആയിട്ട് നിൽക്കും. അപ്പോൾ ലോസ് എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും. പക്ഷേ 190 മുകളിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ചാൻസസ് ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സീഡതൊക്കെ തിരിച്ചു വലിഞ്ഞു വരും. നമുക്ക് 180 കഴിഞ്ഞ ക്യാൻഡിലിൻ്റെ ലോ ടച്ച് ചെയ്തപ്പോൾ എടുക്കാമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സംസാരത്തിൻ്റെ ഇടയിൽ അത് ഡിലേ ആയി പോയത് കൊണ്ടാണ്. $195 വരെ പിയിലൊരു എക്സ്പാൻഷൻ നിലവിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് അടുത്ത 9:30 അടുത്ത ക്യാൻഡിലോട് കൂടി നമുക്കറിയാൻ പറ്റും ഒരു വിക്ക് 195 199 അടിക്കുമോ എന്നുള്ളത് നമുക്ക് അടുത്ത ക്യാൻഡിൽ അറിയാൻ പറ്റും. ആ 195 കൂടെ ബ്രേക്ക് ചെയ്താൽ 199 വരെ. 200 മേളിലോട്ട് മാർക്കറ്റ് മൂവ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്നത് 227. അപ്പോൾ മാക്സിമം 200 ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. 194, 197, 197, 99, 97.50.
അപ്പോൾ അവിടെ ഒരു 5 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലും ഇപ്പം സി എടുത്ത് വെച്ചിട്ട് അത് ഹോൾഡ് ആണെങ്കിൽ തന്നെ അപ്പുറത്തൊരു 10 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ളതിൻ്റെ ലോസ് നമുക്ക് മേക്ക് ഓവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സി എടുത്ത് വെച്ചിട്ട് അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമെന്നില്ല, അത് നമ്മൾ ഹോൾഡ് ചെയ്തെടുത്തിട്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് പിയിൽ പ്രോഫിറ്റ് എടുത്തുകൂടായില്ല. 195 അവിടെ ഒരു സ്പേസ് വന്നുകൊണ്ടാണ് നമ്മൾ ഏകദേശം 190 195, പിന്നെ അവിടെ നിന്ന് ഒരാളൊരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ 200. കാരണം 15 മിനിറ്റ്സിൻ്റെ RSI ഇതുവരെ റെഡിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ അവിടെ റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് അപ്പുറത്ത് നടക്കുന്നത്. ഇപ്പുറത്തെ ചെറിയ ചെറിയ പോയിന്റ് 199, 200 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ സസ്റ്റെയിൻ ചെയ്ത് 200 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഉള്ളത് 207 മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഇതേപോലെ തന്നെയാണ് ഹെഡ്ജ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തത്. 199.20 വരെ നമ്മൾ 199 പറഞ്ഞത്, 199.20 വരെ. 200 ബ്രേക്ക് ചെയ്താലും ഒരു വിക്ക് 208 വരുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു ലോ ഉള്ളത് 159. ആ ലോവിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ 190 മുതൽ 199 വരെ കയറിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ ലോസ് 1600 ആണെങ്കിൽ അതിൽ നിന്ന് 700 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് 700 രൂപയിൽ തന്നെ നിൽക്കും. പിന്നെ അത് തിരിച്ചു വന്നിട്ട് സി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയാലും അപ്പുറത്തെ പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റബിൾ ആവും. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ നിന്നൊരു ലോ വന്നാൽ അടുത്ത ഹൈ ബ്രേക്ക് ചെയ്താൽ, കാരണം 15 മിനിറ്റ്സ് ഇൻഡെക്സ് ചാർട്ടിൽ 23,749 എന്നുള്ളൊരു ലെവൽ ഇൻഡെക്സിൻ്റെ ചാർട്ടിലുണ്ട്. 23,749 അവിടെ കൺസോൾട്ടേഷന് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സി ആവറേജ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. പൊടിക്കും കൂടെ ഉള്ളൂ 23,750. ഒരു 12 പോയിന്റും കൂടെ പി മൂവ് ചെയ്യണം, ഇൻഡെക്സിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിയിൽ ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ, പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ വരാനായിട്ടുണ്ട്. $212 ഏകദേശം ഇൻഡെക്സിൽ എത്താറായിട്ടുണ്ട്. 23,754 മുട്ടാനായിട്ട് തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ 23,750 മുട്ടിയിട്ടുണ്ട്. $2,610 നമ്മുടെ സിയിലെ ലോസ്. എന്ന് വെച്ചാൽ പിയിൽ എടുക്കാതിരിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം. സിയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് പിയിൽ പകുതി പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ലോസ് പകുതിയായിട്ട് കുറയും. അപ്പോൾ ഞാനിവിടെ സിയിൽ ഒരു ആവറേജിങ് കൊടുത്തു. അപ്പോൾ 175 ആവറേജായി. ഒരു ആവറേജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 170 അത് ആവറേജിങ് ആയി. അപ്പോൾ 2 ലോട്ട് ഞാൻ ആവറേജ് ചെയ്തത് 2,400 എന്നുള്ളത് ഞാൻ
നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് എന്ത് ചെയ്തു, ആ 2 ലോട്ട് ആവറേജ് ചെയ്തത് ഞാൻ 2 നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് കയറിപ്പോയി ഇവിടെ നിന്ന് കയറിപ്പോകണം. അല്ലെങ്കിൽ ഒരു ലോ താഴത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല ലോ ആയിരിക്കും. ആ ലോ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള പിയുടെ മൂവ്മെൻറ്റ് 215 ബ്രേക്ക് ചെയ്ത് 227 പോകും. ഇപ്പോൾ എൻ്റെ ലോസ് 1308 കുറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 23,500 വന്ന് ലോവിലേക്ക് പി ടച്ച് ചെയ്തത് കൊണ്ടാണ് ഞാൻ അവിടെ എന്തായത് ആ ലോസ് 2 ലോട്ടിട്ട് ആവറേജ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 168 വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ലോസിൻ്റെത് കുറച്ചും കൂടെ കയറ്റി പൊക്കത്തേക്ക് വെക്കുന്നുണ്ട്. കാരണം 168 ബ്രേക്ക് ചെയ്ത് പോകണം, എങ്കിൽ മാത്രമാണ് ആ മൂവ് സസ്റ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. അപ്പം അത് 168 വന്ന് ഇടിച്ചത് കൊണ്ടാണ് അവിടെ നിന്ന് പെട്ടെന്നൊരു റിവേഴ്സ് താഴത്തോട്ട് വന്നത്. വളരെ ക്വിക്കായിട്ടുള്ള റിവേഴ്സ് ആയിരുന്നു. നമ്മളെന്ത് ചെയ്തു, വീണ്ടും അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ലോസ് ഒന്നും വരില്ല നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക്. അത് ഈ ടൈം കഴിഞ്ഞാലാണ് എക്സിക്യൂട്ടീവ് ചെയ്ത് മാറത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് സ്റ്റോപ്പ് ലോസിൻ്റെ താഴെയാണ് വന്ന് ഓപ്പൺ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത്. രണ്ടെണ്ണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ താഴെയാണ് വന്ന് സ്കിപ്പ് ചെയ്തിട്ട് ചാടി വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതാണ് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്താഞ്ഞത്. ഇനി തിരിച്ച് കയറി വരണോ അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മൾ കയറ്റി വെച്ചതാണ്. അത് സ്റ്റോപ്പ് ലോസ് ഇട്ടതിൻ്റെ താഴെ വന്ന് ഓപ്പൺ ചെയ്തതാണ്. അതായത് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് 161 ക്ലോസ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 160. അതുകൊണ്ട് ഈ ക്ലോസിങ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തിരിച്ച് മുകളിലോട്ട് വരുമ്പോൾ ഒന്നും കൂടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. RSI 2 മിനിറ്റിൽ ക്രോസ് ഓവർ ആവുന്നുണ്ട്. കാരണം അവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്, ഗ്യാപ്പ് സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് റിട്ടേൺ എന്തായാലും മാർക്കറ്റ് തിരിച്ച് കയറി വരണം. അപ്പം അതുകൊണ്ടാണ് മേളുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് മാറ്റിയതിൻ്റെ റീസൺ. അതെ അതെ, അപ്പം നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് തിരിച്ച് കയറി വരണം. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത് സ്കിപ്പ് ചെയ്ത് നമ്മളെടുത്ത് മാറ്റി. അത് സ്കിപ്പ് ചെയ്തെടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കയറി വരുന്നത് അവിടെ എക്സിറ്റായി പോയേനെ. നമ്മളത് മാറ്റിയത് അവിടെ ഒരു സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമ്മൾ എക്സിറ്റ് ആവാനിട്ട, അല്ലെങ്കിൽ 2 ലോട്ട് ആവറേജ് ചെയ്തത് എക്സിറ്റ് ആവാനിട്ടത് തിരിച്ച് കയറി പോയത്. ഇതിപ്പോൾ 2 മിനിറ്റാണ്. 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്ന ബേസ് ചെയ്തിട്ടാണ് സിയുടെ മൂവ്മെൻറ്റിന് വരുള്ളൂ. സിയുടെ മൂവ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ആദ്യം വരേണ്ടതായിട്ടുള്ളൊരു ഏരിയ എൻട്രി പ്രൈസ് തന്നെയാണ്. അതിന് മേപ്പോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് വരത്തുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞത് അടുത്ത ബ്രേക്ക് ഔട്ട് പിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 227 ഭാഗത്തേക്കാണ് ഒരു മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞത്. നമ്മളിത് എക്സിറ്റ് ആയിട്ടില്ല എന്ന് വെച്ചാൽ വലിയ ലോസും ഇല്ല. സിയുടെ അടുത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് പി എടുത്താലും പ്രോഫിറ്റാണ്.
നിലവിലുള്ള ഹൈ എന്ന് പറഞ്ഞാൽ 220ആണ്. 220 ബ്രേക്ക് ചെയ്താൽ മാത്രം 227 ഒരു മൂവ് പ്രതീക്ഷിച്ചാൽ മതി. ഇനി ആവറേജ് ചെയ്യും. കാരണം ഇനി ആവറേജ് ചെയ്യാനുള്ള ഫണ്ട് പിയിൽ കിടക്കുന്ന കാരണമാണ് നമ്മളിപ്പോൾ ആവറേജ് ചെയ്യാത്തത്. കാരണം ഹെഡ്ജ് ചെയ്തിട്ടിരിക്കുകയല്ലേ. ഞാൻ ഇപ്പുറത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സി എടുത്ത് വെച്ചെന്ന് പറഞ്ഞോട്ടെ ഞാൻ ഒരിക്കലും പി ചെയ്യാതിരിക്കത്തില്ല. എന്നാലും നമുക്ക് ലോസ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. മാസീവ് മൂവ്മെൻ്റ് ഒക്കെ ഓപ്പോസിറ്റ് വന്നാൽ. ഞാൻ പറഞ്ഞതാണല്ലോ പിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൻ്റെ RSI റെഡിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് പിയിലാണ്. അത് റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് ഇവിടെ ചെയ്തത്. അത് 500 ഭാഗത്തേക്ക് വന്ന് മുട്ടി. അപ്പോൾ ആ വീഡിയോ ചെയ്തിരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങി ഇപ്പുറത്ത് കിട്ടിയത് പ്രോഫിറ്റും കൊണ്ട് വീട്ടിൽ പോകായിരുന്നു. അടുത്തത് 4 ലോട്ട്. അത് ഇത് എക്സിറ്റ് ആയിട്ട് ഇത് 227 വരെ വരുവാന്ന് നോക്കിയിട്ടേ ഇത് ആവറേജ് ചെയ്യത്തുള്ളൂ. അത് 9:45 ക്യാൻഡിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അതേപോലെ 227 ആ ഒരു റേഞ്ച് നിൽക്കുന്നുണ്ട്. 2 മിനിറ്റിൻ്റെ RSIയിൽ ക്രോസ് ഓവർ വന്നിട്ടില്ല. ഏതാ? പിന്നെ രണ്ട് സൈഡും നമുക്ക് എടുക്കാമല്ലോ. നമ്മളെടുക്കുന്ന എല്ലാ ട്രേഡും വൺ സൈഡ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. പെട്ടുപോയാൽ എന്ത് ചെയ്യും? ഏതാ? അതാണ് അപ്പുറത്ത് ഹെഡ്ജ് ചെയ്തിടുന്നത്. ഇപ്പം ഇതിൽ ഒരു 10,000 രൂപ ലോസ്. ഓക്കെ, ഇതിൽ ഒരു 15,000 രൂപ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇതിലൊരു 5,000 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 7,500 പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിൽ ഇറങ്ങിയതിന് ശേഷം ഇപ്പുറത്ത് ആവറേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പകുതിയിലേക്ക് വന്നാലും പ്രോഫിറ്റ് അല്ലേ. ഇപ്പോഴാണ് 2 മിനിറ്റിൻ്റെ ഒരു ക്രോസ് ഓവർ വന്നത്. ആ ക്രോസ് ഓവർ റെഡിലേക്കും കൂടെ കയറണം.